3:40 നട്ടപ്പൊലിച്ചയാണ് കേട്ടോ മക്കളെ. ഇത് സമയം നട്ടപ്പൊലിച്ചേക്ക് എന്നെ ബൈക്കുമ്പോൾ കയറി എങ്ങോട്ടാണെന്നല്ല, ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ബസ് പിടിക്കണം. എങ്ങോട്ടാണെന്നല്ലേ, കൊയിലാണ്ടിക്കുള്ള ബസ് കയറണം. അങ്ങനെ കൊയിലാണ്ടിക്കുള്ള ബസ്സൊക്കെ കിട്ടി. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടേനും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ബസ് കയറി. റെയിൽവേ സ്റ്റേഷനിലെത്തി ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോകാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രാവിലത്തെ ചായയൊക്കെ കുടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കുത്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിൻ വന്ന് അവിടെ നിർത്തിയിരുന്നു. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ട്രെയിനിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിൻ കയറി നോക്കുമ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. സൂചി കുത്താൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു. മറ്റേ ഇവൾ ചാരി നിന്ന് ചിരിക്കുന്നത് ബാത്റൂമിൻ്റെ വാതിലയിലാണ് കേട്ടോ. അവിടുന്ന് സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ സന്തോഷം മുഖത്തുണ്ടായിരുന്നു. സൈഡ് സീറ്റ് കിട്ടിയതിൻ്റെ അഹങ്കാരമാണോ എന്നറിയില്ല. ഭയങ്കര കഥയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പോലെ വലിയ സ്റ്റൈലാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു നന്ദന. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സൈഡ് സീറ്റ് കിട്ടി ഞങ്ങൾക്കും എന്നെ അറിയിക്കാനാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് കുറച്ച് സമയമായപ്പോഴേക്ക് കാസർഗോഡായിരുന്നു കേട്ടോ കല്യാണം. പിന്നെ അവിടുന്ന് കുറച്ച് പട്ടിഷോ ഒക്കെ കളിച്ച് ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ എൻ്റെ പട്ടിഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാസർഗോഡ് ടൗണിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിലേക്കുള്ള നടത്താണ് നിങ്ങൾ കാണുന്നത്. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു പീടികയിൽ കയറി എന്തിനാണെന്നല്ല, പീടികയിൽ കയറി കുറച്ച് ലേസട്ടം വാങ്ങി തിന്നാമെന്ന് വിചാരിച്ച് കയറിയാണ്. അപ്പോൾ കയറി നോക്കുമ്പോൾ അതൊരു ബ്യൂട്ടി പാർലറിൽ പോയാൽ വലിയൊരു കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ണാടി കേട്ടാൽ നമ്മൾ വിടൂലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടി. ഞങ്ങൾ ബസ് കയറി കാസർഗോഡ് ടൗണിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ എവിടെയോ ഒന്ന് എത്തിയപ്പോൾ സ്റ്റോപ്പിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, എന്താ ബദിയെടുക്കുക അങ്ങനെ എന്താണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറച്ച് ഉള്ളോട്ട് നടക്കാണ്ടായിരുന്നു കേട്ടോ. ഒരു ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നുമ്പോൾ ഒരു പാലമൊക്കെ കണ്ട് അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുഴ പോലെയൊക്കെയുള്ള കുറച്ച് പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ പുഴ, നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരാൾ തിരുമ്പയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോ എടുത്ത് അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിക്കും. അവിടെ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് നാരങ്ങ സോഡയൊക്കെ വെച്ചിട്ട് നല്ലൊരു സാധനമായിരുന്നു. വലിയ കുഴപ്പമില്ല. ഞങ്ങൾക്ക് നല്ല ദാഹമുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത്, ഞങ്ങളല്ലാണ്ട് ഒരൊറ്റ മലയാളികളും ഇടയിലായിരുന്നു. ഫുള്ള് കന്നഡയും കാസർഗോഡ് ഭാഷയും എല്ലാം കൂടെ ഒരു ബോർഡർ ആയതുകൊണ്ട് വല്ലാത്തൊരു ഭാഷയായിരുന്നു. ഞങ്ങൾക്കൊന്നും മാത്രം ഒന്നും മനസ്സിലായില്ല. അവിടെ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രാഹ്മിൺസിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. ആ തലയിൽ വെള്ളത്തൊപ്പിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ സാറിട്ടോ. ഞങ്ങൾ ഒരുപാട് അടുത്തായതുകൊണ്ട് നല്ലോണം വ്യക്തമായിട്ട് സാറെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ചെക്കന്മാരൊന്നും ഇല്ലായിരുന്നു ഗൈസ്. എന്താ പറയുക, കുറേ പ്രായമായ ആൾക്കാർ പക്ഷേ ചടങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു അച്ഛനാണ് താലി കഴുത്ത് കെട്ടിയെന്ന്, അങ്ങനെ എന്തൊക്കെയോ ആണ് അവരുടെ ചടങ്ങ്. പിന്നെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു. അവിടെ ആദ്യം സീറ്റ് കയറിയിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ബസ് ട്രിപ്പിൽ ഇരിക്കാനായിരുന്നില്ല. ഇവർ സദ്യ വിളമ്പുന്ന രീതിയൊക്കെ നല്ല മാറ്റമുണ്ട്. ആദ്യം ചോറൊക്കെ ഭയങ്കര കുറച്ച് വിളമ്പും, പക്ഷേ നമ്മളേക്ക് കുറച്ചേ ഉണ്ടാവും. അങ്ങനെയല്ല, കുറേ വിളമ്പും, ഒരുപാട് ഭക്ഷണം ഉണ്ടാവും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സാറിൻ്റെ ഭാര്യ. അങ്ങനെ ഇവരുടെ വേറെ എന്തൊക്കെയോ ചടങ്ങാണ് ഈ കാണുന്നത്. എന്ത് ചടങ്ങാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ വീഡിയോ എടുത്തിരുന്നു. സാർക്ക് നല്ല സ്നേഹമാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ ഈ കുറച്ച് കുട്ടികളെ ഉള്ളൂ ഇത്രയും ദൂരെ സാറിൻ്റെ കല്യാണത്തിനായി വന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചടങ്ങൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് സാറിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്ത വീഡിയോ ഒന്നും എടുക്കാനായില്ല. കാരണം ഞങ്ങൾ ഫോട്ടോ പോസ് ചെയ്യാണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞങ്ങളെ വീഡിയോ ആരെടുക്കാനാണ്? ഇവിടെ ഉള്ളിടത്ത് സംസാരിക്കാൻ ഭാഷ അറിഞ്ഞിട്ട് വേണ്ട. ആകെ ഞങ്ങളെ ഭാഷ മനസ്സിലാവുന്ന ഇവിടുത്തെ സാർക്ക് മാത്രമാണ്. അങ്ങനെ അവിടെ എന്തൊക്കെയൊക്കെ ചടങ്ങുകളുണ്ടായിരുന്നു, എന്താണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഈ ചുറ്റുന്നൊരു പരിപാടിയുണ്ട്, അത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. സാറ് കൈ പിടിച്ച് തിരിയുന്ന രീതി നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല. ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഇവർ ചുറ്റുന്നത്, കൈ പിടിച്ച് ചുറ്റുന്നത്. അങ്ങനെ കുറച്ച് പട്ടിഷോക്കെ ഇറക്കി. ആദ്യം ഒരു കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോയിരുന്നു. പിന്നെ അത് വെച്ചായിരുന്നു എൻ്റെ ഒരു പട്ടിഷോ. പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ആ ട്രെയിനോ കിട്ടി. പിന്നെ ആദിത്യൻ്റെ പട്ടിഷോ ആയിരുന്നു കുറച്ച് നേരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.